നമസ്കാരം. സ്വർണത്തിന്റെ വില മാനമുട്ട് ഉയർന്നു നിൽക്കുകയാണ്. പക്ഷെ എത്ര വില കൂടിയാലും സ്വർണത്തിനോടുള്ള പ്രിയം അങ്ങനെ അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല. തലമുറകളായി അങ്ങനെയാണ്. സ്വർണം വാങ്ങുന്നത് സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ആഘോഷവേളകളിൽ. ഖത്തറിൽ സ്വർണ്ണ വിൽപ്പനയിൽ നല്ല വർധനവുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ചെറിയ പെരുന്നാൾ എത്താറായതിനാൽ സ്വർണത്തിന്റെ ഡിമാൻഡും കൂടിയിട്ടുണ്ട്. ജ്വല്ലറികളിൽ ആഭരണം വാങ്ങാൻ എത്തുന്നവരുടെ തിരക്കേറുന്നു എന്നാണ് വിവരം. ഈദുൽ ഫിത്തറിൽ കുടുംബാംഗങ്ങൾക്ക് പെരുന്നാൾ സമ്മാനമായി നൽകാൻ സ്വർണം വാങ്ങാൻ എത്തുന്നവരുടെ തിരക്കാണെന്നാണ് പറയുന്നത്. സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെയുള്ളവർ സ്വർണം വാങ്ങാൻ എത്തുന്നുമുണ്ട്. സ്വർണം വാങ്ങാൻ ഏറ്റവും മികച്ച സമയം റംസാൻ ആണെന്നാണ് ഈ രംഗത്തുള്ളവർ പറഞ്ഞു വയ്ക്കുന്നത്. സ്വർണത്തിന് തൊട്ടാൽ പൊള്ളുന്ന വിലയാണെങ്കിലും പെരുന്നാൾ ദിനത്തിൽ പ്രിയപ്പെട്ടവർക്ക് സ്വർണ്ണാഭരണം തന്നെ സമ്മാനമായി നൽകുന്ന പതിവിൽ മാറ്റമില്ലെന്നാണ് വിൽപ്പനയിലെ വർധനവിൽ നിന്ന് മനസ്സിലാക്കുന്നത്. രാജ്യത്തെ പ്രവാസികൾക്കും സ്വദേശികൾക്കും പുറമെ ഗൾഫ് സഹകരണ കൗൺസിൽ അല്ലെങ്കിൽ GCC രാജ്യങ്ങളിൽ നിന്നുള്ളവരും അറബ് ഏഷ്യൻ വംശജരും മാത്രമല്ല ഖത്തർ സന്ദർശിക്കാനെത്തുന്ന വിദേശി സഞ്ചാരികളും സ്വർണം വാങ്ങുന്നുണ്ട്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ റംസാനിൽ 75 മുതൽ 80% വരെ വിൽപ്പന ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഖത്തർ വിപണിയിൽ 1.17% സ്വർണ്ണവിലയിൽ വർധനവുണ്ടായത്. ഈ മാസം ആദ്യം മുതൽ ഖത്തറിലെ മിക്ക ജ്വല്ലറികളും മികച്ച ഓഫറുകളും ആനുകൂല്യങ്ങളും ഒക്കെ നൽകുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിലും സ്വർണ്ണവിലയിൽ വൻ കുതിപ്പുണ്ടായിട്ടുണ്ട്. ആഗോള വിപണിയിലും സ്വർണ്ണവില കൂടി. വരും ദിവസങ്ങളിലും സ്വർണ്ണവില വർദ്ധിച്ചേക്കും. ഏപ്രിൽ 2 മുതൽ വിദേശ കാറുകൾക്ക് അധിക ഇറക്കുമതി ചുങ്കം ചുമത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം വിപണിയെ ഒന്നാകെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമല്ല എന്നാണ് വ്യവസായികൾ പൊതുവെ വിലയിരുത്തുന്നത്. മാത്രമല്ല, ട്രംപിന്റെ നീക്കത്തിന് സമാനമായ രീതിയിൽ മറ്റു രാജ്യങ്ങൾ തിരിച്ചടിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ ചുങ്കപ്പോര് ശക്തിപ്പെടും. ഇതും വിപണിക്ക് ഒട്ടും നല്ലതല്ലെന്നാണ് പറയുന്നത്. ഇത്തരം ഘട്ടങ്ങളിലെല്ലാം സ്വർണ്ണവില വർദ്ധിക്കാനാണ് സാധ്യതയുള്ളത്. 2025 സ്വർണ്ണവില പിടിച്ചു നിർത്താനാവാത്ത കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷാരംഭം മുതൽ ഇതുവരെ 16%-ലധികമാണ് പൊന്നിന് വില ഉയർന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ അടുത്തിടെ ഔൺസിന് $3000 എന്ന മാന്ത്രിക സംഖ്യ സ്വർണം മറികടന്നിരുന്നു. ഈ വർഷം സ്വർണം കുതിക്കുമെന്ന് 2024 തന്നെ പലരും പറഞ്ഞതാണ്. എന്നാൽ പ്രവചനങ്ങളെപ്പോലും ഏറെ പിന്നിലാക്കിയാണ് സ്വർണ്ണവില വർദ്ധിച്ചത്. സുരക്ഷിതമായ ആസ്തി എന്ന നിലയിലാണ് ഭൂരിഭാഗം പേരും സ്വർണത്തെ കാണുന്നത്. അതിനാൽ തന്നെ സ്വർണ്ണവില വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കയ്യിലുള്ള പൊന്നു വിറ്റ് ലാഭം നേടണോ അതോ കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിച്ച് വിൽക്കാൻ അല്പം കൂടി കാത്തിരിക്കണോ എന്ന ആശയക്കുഴപ്പത്തിലാണ് പല നിക്ഷേപകരും. നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വിൽക്കണോ കൈവശം വെക്കണോ എന്ന തീരുമാനം അവരുടെ സാമ്പത്തിക കാര്യങ്ങളും വിപണി വീക്ഷണവുമൊക്കെ അനുസരിച്ചായിരിക്കും. ദീർഘകാല നിക്ഷേപങ്ങളായി ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണവിലയുടെ ആപേക്ഷിക സ്ഥിരത പ്രത്യേകിച്ചും ഗുണം ചെയ്യും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.